ഇവിടെ സ്ക്രീന് കാണുന്നില്ല ഷെയർ ചെയ്യുന്നത്? ഓക്കെ, ഞാൻ ഫുൾ സ്ക്രീൻ ആക്കുന്നുണ്ട്. അത് ഫുൾ സ്ക്രീൻ ആക്കി ഞാൻ ഇതിൽ എഴുതുന്ന കാണുന്നില്ലെന്ന് പറയണേ. ഞാൻ എഴുതുന്ന കാണുന്നുണ്ടോ? ഓക്കെ. സി, വളരെ കോമൺ ആയിട്ടുള്ള റെഫ്രിജറന്റ് ഒന്ന് NH3 ആണ്. NH3 എന്ന് പറഞ്ഞാൽ അമോണിയ. ഓക്കെ, സി അമോണിയ ലീക്കേജ് ഡിറ്റക്ഷനിലെ 2 സിഗ്നിഫിക്കൻറ്റ് മെത്തേഡ്സ് ആണ്. ഒന്ന് ടെസ്റ്റ് പേപ്പർ ഡിറ്റക്ഷൻ. ഓക്കെ, രണ്ടാമത്തത് ലിറ്റ്മസ് ടെസ്റ്റ്. ഈ ലിറ്റ്മസ് ടെസ്റ്റ് നിങ്ങൾ പണ്ട് കെമിസ്ട്രി ലാബ് ചെയ്തിട്ടുണ്ടാവും. ഇത് വാട്ട് ഐ എം ടോക്കിംഗ് ഈസ് അബൌട്ട് ലീക്കേജ് ഡിറ്റക്ഷൻ ഓഫ് റെഫ്രിജറൻസ്. ഈ ടെസ്റ്റ് പേപ്പർ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ അമോണിയ ആൽക്കലൈൻ ആണ്, ആൽക്കലൈൻ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. സോ ഒരു സോഫ്റ്റ് പേപ്പർ ഈസ് dipped in a solution of 0.5 gram of phenolphthalein in a point of alcohol and is allowed to dry. So alkaline ആണ് ammonia. It is dipped in what? അതായത് ഒരു സോഫ്റ്റ് പേപ്പർ is dipped in a solution of 0.5 gram of phenolphthalein plus alcohol. Okay, phenolphthalein plus alcohol ഇതിൽ ഒരു പേപ്പർ ഡിപ്പ് ചെയ്തിട്ട് that paper is allowed to dry. Now this paper is cut into small strips. So ഇതിൽ paper is dipped. Okay, then it is allowed to dry. അതിനുശേഷം എന്തോ സാർ എന്തെങ്കിലും എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ട്. ഒന്നും കാണുന്നില്ല. നോയെന്നാ പറഞ്ഞ ഫസ്റ്റ്. കാണുന്നില്ല? ഇല്ല, നോന്ന് പറഞ്ഞേ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബ്ലാങ്ക് PPT കാണുന്നുണ്ടോ? ഹലോ, എഴുതുന്നൊന്നും കാണുന്നില്ല. ബ്ലാങ്ക് PPT കാണുന്നുണ്ടോ? യെസ് സാർ. ഓക്കെ, അത് ഫുൾ സ്ക്രീൻ ആക്കി ഞാൻ അതിൽ എഴുതുന്ന കാണുന്നില്ല. ഇല്ല. ഇപ്പൊ ഉണ്ടോ? ഇല്ല. ഇപ്പോഴും ഇല്ല. ഇപ്പൊ കാണുന്നില്ല സർ. ഇല്ല. ഇല്ല. കാണുന്നില്ലെന്ന് പറയുന്നു. എടാ, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. സാർ പറയാം. സാർ. കാണുന്നുണ്ടോ? ഇല്ല സർ. സ്ക്രീനിലുള്ള ഇപ്പൊ കാണുന്നുണ്ടോ? യെസ് സർ.
ഇപ്പൊ കാണുന്നുണ്ട്, പക്ഷെ ഫുൾ സ്ക്രീൻ അല്ല. ഫുൾ സ്ക്രീൻ അല്ല, NH3 ടെസ്റ്റ് പേപ്പറിൽ നിന്നുള്ളത് കാണുന്നുണ്ട്. ഫുൾ സ്ക്രീനിലാണ്. ഇപ്പോഴോ? ഇപ്പോഴും ഫുൾ സ്ക്രീൻ അല്ല. ഇല്ല സർ. ഒരു ഇതിനെടുത്താൽ മതിയോ? ഞാൻ പ്രസന്റ് കൊടുത്തിട്ടില്ല, പ്രസന്റ് സ്ക്രീൻ കൊടുത്തിട്ടില്ല. ഇല്ല. ഇതല്ലേ? സർ. എഴുതില്ല. കാണുന്നുണ്ടോ? ഇല്ലല്ലേ? മതി മതി, കുഴപ്പമില്ല. ഇപ്പൊ എഴുതണ്ട. ഇപ്പൊ ഫുൾ സ്ക്രീൻ ആയി. അവിടെ ഇപ്പൊ കാണുന്നില്ലേ? ഇപ്പൊ ഓക്കെ. ഇപ്പൊ ഓക്കെ. എഴുതില്ലേ? യെസ് സർ. ഓക്കെ. സോ അമോണിയനെ പറ്റിയാണ് പറഞ്ഞത്. റെഫ്രിജറന്റ് അമോണിയ. റെഫ്രിജറന്റ് അമോണിയ ആണെങ്കിൽ അതിന് വൺ മേജർ ലീക്കേജ് ഡിറ്റക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് പേപ്പർ മെത്തേഡാണ്. ഓക്കെ. ടെസ്റ്റ് പേപ്പർ മെത്തേഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ സോഫ്റ്റ് പേപ്പർ ഈസ് ഡിപ്ഡ് ഇൻ എ സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മിക്സ്ചർ ഓഫ് ഫിനോൾഫ്താലിൻ പ്ലസ് ആൽക്കഹോൾ. ഓക്കെ, ഇതിൽ മിക്സ് ചെയ്യും. ആൻഡ് ഈ മിക്സറിൽ ഡിപ്പ് ചെയ്തിട്ട് ഇറ്റ് ഈസ് allowed to dry. It is allowed to dry. ഒരു സെക്കൻഡ്. Now, these dried papers are cut into small strips. Now, to check for any leaks, this test paper is wetted with water and held near the suspected areas of leakage. E dry paper, which is already cut into strips, is wetted with water. Okay. ഈ wetted with water ആണ്. എന്നിട്ട് ലീക്കേജ് സസ്പെക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഈ പേപ്പർ കൊണ്ടുപോകും. Now what happens if there is an leakage in ammonia? The paper will turn pink. ഈ ടെസ്റ്റ് പേപ്പർ ടെസ്റ്റും ലിറ്റ്മസ് ടെസ്റ്റും ഇതൊക്കെ നിങ്ങൾ സ്കൂളിൽ ചെയ്തിട്ടുണ്ടാവും. ദിസ് dried paper dried by putting it in a mixture of phenolphthalein and alcohol, and then it is again wetted with normal water. It turns out pink if there is a leakage in
ammonia. This is one method. Now, litmus paper ആണെങ്കിൽ ഓൾറെഡി ലിറ്റ്മസ് പേപ്പർ അവൈലബിൾ ആയിരിക്കും. ആ ലിറ്റ്മസ് പേപ്പർ ടെസ്റ്റിൽ ഈ ഓൾറെഡി അവൈലബിൾ ലിറ്റ്മസ് പേപ്പർ എടുത്തിട്ട് അമോണിയ ഡിറ്റക്റ്റഡ് ഏരിയയിൽ കൊണ്ടുപോയി വെക്കുക. അവിടെ ഒന്നുകിൽ ആ പൈപ്സിന്റെ മേലെ ഒട്ടിച്ച് വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് കീപ് ഇറ്റ് നിയർ ദാറ്റ്. അമോണിയ ലീക്കേജ് ഉണ്ടെങ്കിൽ ഇവിടെ കളർ ബ്ലൂ ആവും. ഓക്കെ, പിങ്ക് ആകുന്നത് എവിടെയാണ്? പിങ്ക് ആകുന്നത് ഈ ടെസ്റ്റ് പേപ്പർ മെത്തേഡിലാണ്. ഇവിടെയാണ് പിങ്ക് ആകുന്നത്. ലിറ്റ്മസ് പേപ്പറിൽ ഇറ്റ് ടേൺസ് ബ്ലൂ. ഇസ് ഇറ്റ് ക്ലിയർ? ഈ പറഞ്ഞതൊക്കെ ക്ലിയർ ആണോ? Yes, sir. Yes, sir. ഓക്കെ. സോ അമോണിയ ഒരു കോമൺ റെഫ്രിജറൻ്റ് ആണ്. സിമിലർലി ഈ അമോണിയ നമ്മൾ ഇതുവരെ റെഫ്രിജറേഷൻ നോക്കിയാലെല്ലാം ഈ ഇൻഡസ്ട്രിയൽ റെഫ്രിജറേഷൻ പേർപ്പസിലാണ് അമോണിയ വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ട് അല്ലെങ്കിൽ റെഫ്രിജറൻറ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഡൊമസ്റ്റിക് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ അമോണിയ അല്ല. ഇൻ പ്ലേസ് ഓഫ് അമോണിയ ഇവിടെ വാട്ട് ഈസ് എ റെഫ്രിജറൻറ്റ്? ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയുണ്ടോ? കോമൺ റെഫ്രിജറൻസ് ഏതാന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഫ്രിയോൺസ് ആണല്ലേ, അല്ലെങ്കിൽ R12, R11 ഇതൊക്കെയാണ്. സോ ഫ്രിയോൺ 12 ആണ് റെഫ്രിജറൻ്റ് എങ്കിൽ അവിടെയാണ് നേരത്തെ നിങ്ങൾ പ്രസന്റേഷനിൽ കണ്ട പോലത്തെ ഹാലൈഡ് ടോർച്ച് ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നത്. ഏതാ യൂസ് ചെയ്യുക? ഹാലൈഡ് ടോർച്ച് detector. This is used for Freon 12 leakage detection. See, halide torch detector, it is also known as an acetylene producer. That means this produces a colorless flame. കളർലെസ് ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അസിറ്റിലീൻ ആണ് ഈ ഹാലൈഡ് ടോർച്ച് എന്ന് പറഞ്ഞാൽ. Now, what happens is air is drawn through the tube at the base of a burner. ഒരു ബേണർ ഉണ്ട് വിചാരിക്കുക. ബേണറിന്റെ ബേസിലൂടെ എയർ ഈസ് ഡ്രോൺ, which is for producing the flame. Okay, now when this air tube, അതായത് ഈ ഫ്ലെയിം ബേൺ ചെയ്യുന്ന ഫ്ലെയിം, now this flame is developed through a metallic copper element. ഒരു കോപ്പർ എലമെന്റിലൂടെ ഒരു ഫ്ലെയിം ഡെവലപ്പ് ആയി വരുവാണ് ചെയ്യുക. ഇറ്റ്സ് സിംപ്ലി എ ബേണർ. ജസ്റ്റ് നിങ്ങൾ പണ്ട് ലാബിലൊക്കെ യൂസ് ചെയ്ത ഒരു ബേണർ ആലോചിച്ചാൽ മതി. ഓക്കെ, വെൻ ദിസ് ഫ്ലെയിം അലോങ് വിത്ത് ദ ബേണർ is brought near the suspected leakage areas, this flame turns green. ഈ ഫ്ലെയിം ഗ്രീൻ ആയി മാറും. ഇതിനാണ് നമ്മൾ ഹാലൈഡ് ടോർച്ച് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഹാലൈഡ് ടോർച്ച് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു അസിറ്റിലീൻ കോമ്പൗണ്ട് ആണ്. ഓക്കെ, which burns with a colorless flame. ജനറലായിട്ട് അങ്ങനെയാണ്. ബട്ട് വെൻ ദിസ് ഫ്ലെയിം ഈസ് ബ്രോട്ട് നിയർ ദ ലീക്കേജ് സസ്പെക്റ്റഡ് ഏരിയാസ്, ഇഫ് ദർ ഈസ് എ ലീക്കേജ്, ദിസ് ഫ്ലെയിം ടേൺസ് ഗ്രീൻ. ഗ്രീൻ എന്ന് പറഞ്ഞാൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഗ്രീൻ, ആ ഒരു കളറാണ് വരിക. ഓക്കെ, ഇനി സെയിം ഫ്രിയോൺ 12 ഡിറ്റക്ഷൻ്റെ അടുത്തൊരു മെത്തേഡാണ് ആൽക്കഹോൾ ടെസ്റ്റ്. ഇതും ഫ്രിയോൺ 12 ഡിറ്റക്ഷൻ ആണ്.
ഇവിടെ ദ ലീക്ക് ഡിറ്റക്ടർ ടേൺസ് ആൽക്കഹോൾ. പക്ഷേ ഇതിൽ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് സെയിം ആസ് ഹാലൈഡ് ടോർച്ച് തന്നെയാണ്. ഈ ആൽക്കഹോൾ ടെസ്റ്റിൽ ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പമ്പ് ടൈപ്പ്, അതായത് പമ്പ് അപ്പ് ടൈപ്പാണ്, ഒരു ബ്ലോ ടോർച്ച് പോലെ. ഒരു ബ്ലോ ടോർച്ച് വിച്ച് ഇൻ ടേൺ ഫ്ലെയിംസ് അപ്പ്, കളർലെസ് ഫ്ലെയിം ആണ്. അഗെയിൻ ഇവിടെയും ഗ്രീൻ കളറാണ് ലീക്കേജ് ഉണ്ടെങ്കിൽ ആ ഫ്ലെയിമിന് സംഭവിക്കുക. ഇറ്റ് ടേൺസ് ഇൻ ടു, അതായത് ഒരു ആൽക്കഹോളിക് മിക്സ്ചറായി മാറും. ദാറ്റ്സ് ഓൾ. ഇനി ഈ tests which are described for Freon 12 is applicable for all kinds of Freon refrigerants. എല്ലാ ടൈപ്പ് കോമൺ ഫ്രിയോൺ റെഫ്രിജറൻസ്, അതായത് ഫ്രിയോൺ 12 ആണ് പറഞ്ഞെങ്കിൽ 11 ഒരു കോമൺ റെഫ്രിജറൻ്റ് ആണ്. യു ഹാവ് 12, യു ഹാവ് 13, ഇതൊക്കെ എന്താണ്? കോമൺ ഫ്രിയോൺ റെഫ്രിജറൻസ് ആണ്. ഓക്കെ, നമ്മൾ ഈ R11 R12 എന്നെല്ലാം പറയുന്ന സെയിം സാധനം തന്നെ. സോ ഹാലൈഡ് ടോർച്ച് ഡിറ്റക്ടറും ആൽക്കഹോൾ ടെസ്റ്റ്, ഇത് രണ്ടാണ് കോമൺ ഡിറ്റക്ഷൻ, ലീക്കേജ് ഡിറ്റക്ഷൻ ടെസ്റ്റ്. ക്ലിയർ ആണോ? ഓക്കെ, സോ രണ്ട് റെഫ്രിജറന്റ് ഡിറ്റക്ഷനെ പറ്റിയാണ് പറഞ്ഞത്. ഒന്ന് അമോണിയ ലീക്കേജ് ആണ്. അമോണിയ ലീക്കേജ് ആണെങ്കിൽ എന്തൊക്കെയാണുള്ളത്? ടെസ്റ്റ് പേപ്പർ ഡിറ്റക്ഷൻ ടെസ്റ്റും ലിറ്റ്മസ് പേപ്പർ ഡിറ്റക്ഷൻ ടെസ്റ്റും. അതിൽ ടെസ്റ്റ് പേപ്പർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ടെസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ സോഫ്റ്റ് പേപ്പർ വിച്ച് ഈസ് ഡിപ്ഡ് ഇൻ phenolphthalein and alcohol mixture. It is dried up for around 15 to 20 minutes. Then this same paper is wetted with normal water. എന്നിട്ട് എന്ത് ചെയ്യും? It is either pasted on the tubes on the areas where leakage is suspected or brought near those areas. Ammonia leakage ഉണ്ടെങ്കിൽ this paper turns pink in color. അതാണ് ടെസ്റ്റ് പേപ്പർ ഡിറ്റക്ഷൻ മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്താ? ലിറ്റ്മസ് പേപ്പർ ആണ്. ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞാൽ കളർ എന്താവുന്നു മാത്രം ആലോചിച്ചു മതി, ബ്ലൂ. ലിറ്റ്മസ് പേപ്പർ ഓൾറെഡി യു ക്യാൻ ബൈ ഇറ്റ് ഫ്രം ദ മാർക്കറ്റ്. അതിന് പ്രത്യേകിച്ച് ഒരു മിക്സറിൽ മുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഇറ്റ് ടേൺസ് ബ്ലൂ. രണ്ടാമത്തത് ഫോർ ദ ലീക്കേജ് ഡിറ്റക്ഷൻ ഓഫ് ഫ്രിയോൺ റെഫ്രിജറൻസ് ആണ്. അതിലൊന്ന് ഹാലൈഡ് ടോർച്ച് ഡിറ്റക്ടർ ആണ്. ഇത്രയും ആലേ കണ്ടു. ഒരു കളർലെസ് ഫ്ലെയിം ഡെവലപ്പ് ചെയ്യുന്ന അസിറ്റഡീൻ കോമ്പൗണ്ട് ആണ് ഇത്. യൂസിങ് എ ബേർണർ യു ഹാവ് ടു ക്രിയേറ്റ് ദാറ്റ് ഫ്ലെയിം ആൻഡ് ബ്രിങ് ദ ഫ്ലെയിം നിയർ ടു ദ റീജിയൻസ് വെയർ ദ ലീക്കേജ് ഈസ് സസ്പെക്റ്റഡ്. If there is a leakage of the refrigerant, what happens to the flame? It turns into brilliant green color. Is that clear? Leakage detection clear ആണോ? Yes, sir. Yes, sir. Okay. ഇതിൻ്റെ ഡിറ്റക്ഷൻ എന്തോ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, ക്ലിക്ക് ആകുന്നില്ല. ഓക്കെ, അടുത്തൊരു ടോപ്പിക് ഉണ്ട്. അതും കൂടിയാൽ വിൽ ഫിനിഷ് ഓഫ് ദിസ് ചാപ്റ്റർ. ചാർജിങ് ഓഫ് റെഫ്രിജറൻ്റ് ഉണ്ട്. എന്താണ് ചാർജിങ് ഓഫ് റെഫ്രിജറൻ്റ് കൂടി ഒന്ന് അറിയണം.
കാണാൻ പറ്റുന്നില്ലേ? Yes, sir. Yes, sir. Okay. What is basically meant by charging of refrigerant? See, now, before getting to charging, the refrigerant or amount of refrigerant that is supposed to be charged depends upon size and type of installation plus the orientation of the connecting pipes, etc. Okay, ഇതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ how much amount of refrigerant is to be charged എന്നത് മനസ്സിലാക്കുന്നത്. Okay, now just observe the figure. ആ യൂണിറ്റിന്റെ ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കോമണൻസ് എന്താണെന്നുള്ളത് നോട്ട് ചെയ്യുക. Now, see, charging of refrigerant എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ ലീക്കേജ് ഡിറ്റക്ഷൻ നോക്കിയത്. Now, what happens if there is a leakage in the system? See, leakage in the system means we are losing the amount of an amount of refrigerant or working fluid from the refrigerating system. That means there is a deficit of refrigerant or the working fluid. Now, if there is a deficit of refrigerant, then it obviously affects the total process. That means directly the COP or performance will be decreased because the refrigeration effect which is supposed to be generated won't be happening, or the amount of load or heat that can be absorbed will be increased because refrigerating effect is not produced as it should be to that amount as it has to be produced. So in such cases, if we are trying to provide the required amount of refrigerant or additional refrigerant to the system, then such processes are known as charging of refrigerant. അല്ലാതെ നമ്മൾ ഇതിനൊരിക്കലും എന്തെങ്കിലും ഇലക്ട്രിക്കൽ ചാർജ് കൊടുക്കുന്ന എന്നുള്ള ധാരണ ഉണ്ടാകാൻ പാടില്ല. അഡീഷണൽ ആയിട്ട് at times when there is a shortage of refrigerant, leakage of refrigerant, when there is a deficit, see, this deficit can happen in a lot of ways. If you are providing additional amounts of refrigerant or working fluid to the system, then that process is known as what? Charging of refrigerant. There are different methods of charging. Now, for charging, some common processes or components that have to be kept in care of are, one, if you're providing additional refrigerant, then you must ensure that air is not drawn into the system along with the refrigerant. So to ensure, because air drawn anengil, there will be an amount of moisture along with the air. Now you definitely know what happens when water vapor content or moisture contents
get into the expansion devices. എന്താണ് സംഭവിക്കുന്നത് already we have taken into account. So in order to prevent this one, the best method is to completely or ensure the sealing of the ducts and pipes plus the valves. ഒന്നുകിൽ അത് മൊത്തത്തിൽ പേർജ് ചെയ്ത് സീൽ ചെയ്യുക. Ensure that the sealing is intact. Secondly, before the refrigerant enters the compressor, 101% ensurement of turning off the total refrigerant into vaporous state has to be ensured. അത് നിർബന്ധമായിട്ട് എൻഷുർ ചെയ്യണം. ഈ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കാനുള്ളത്. Next, see. Okay. For charging the refrigerant, ഈ ഫിഗറിൽ കുറേ പോയിന്റ്സ് ഉണ്ട്. V3, V2, V5, V1, V6 ഡിഫറെൻറ്റ് പോയിന്റ്സ് ഉണ്ട്. റെഫ്രിജറൻറ്റ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു സമ്പാണ് വിച്ച് കണ്ടെയ്ൻസ് ടോട്ടലി the refrigerant which is used in that corresponding system. Either refrigerant or ammonia, freons or freons. So corresponding to the figure, കുറച്ച് സ്റ്റെപ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് സാധാരണ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഇലാബറേറ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആവശ്യമൊന്നുമില്ല. കറസ്പോണ്ടിങ് ടു ദ ഫിഗർ ജസ്റ്റ് go through the steps and procedures for charging. Okay, I'll do one thing. Yeah, just on the attendance, you can leave.